തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ എഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് ഡിജിപി ഇന്ന് സർക്കാരിന് കൈമാറും. പൂരം കലക്കിയതിൽ അട്ടിമറിയോ ബാഹ്യ ഇടപെടലോ ഇല്ലെന്ന റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ലെന്നാണ് സൂചന. റിപ്പോർട്ടിൽ അന്തിമ തീരുമാനമെടുക്കുക സർക്കാരാണ്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ റിപ്പോർട്ട് ഏത് രീതിയിൽ സർക്കാർ പരിഗണിക്കുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിനെതിരെ ഇന്നലെ കോൺഗ്രസും BJPയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്ന് ആവർത്തിക്കുകയായിരുന്നു BJP. ഈ റിപ്പോർട്ടിൽ വസ്തുതകളില്ല എന്നാണ് പറയുന്നത്. ആരോപണ വിധേയൻ തന്നെ സമർപ്പിക്കുന്ന റിപ്പോർട്ട് എന്നാണ്. മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരുന്നുണ്ട് റിപ്പോർട്ടിനെതിരെ. അപ്പൊ എന്താണ് ഇനി ഇതിൽ നമ്മൾ കാണേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി ആര്യ, ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറിയേക്കും. 24-ന് റിപ്പോർട്ട് വേണം എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറും എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 1400 പേജുള്ള റിപ്പോർട്ടാണ്. ഇതിൽ ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ആ സമയത്തുള്ള ദൃശ്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ഈ റിപ്പോർട്ട്. റിപ്പോർട്ട് വൈകിയതിനെ ചൊല്ലി തന്നെ വലിയ വിവാദമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ RSS നേതാക്കളുമായി ADGP MR അജിത്കുമാർ കൂടിക്കാഴ്ച നടത്തിയ വിവരം പുറത്തു വരികയും അത് വലിയ വിവാദമാകുകയും ചെയ്ത ശേഷമാണ് വളരെ പെട്ടെന്ന് ഈ റിപ്പോർട്ട് കൈമാറാനുള്ള നടപടി ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തുകൊണ്ട് ഈ കാലതാമസം ഉണ്ടായി എന്ന പ്രധാനപ്പെട്ട ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ BJP നേതാക്കളും ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. UDF ആകട്ടെ പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്ക് കൂടി പോവുകയാണ്. ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ അങ്കിത് അശോകിനെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ സ്ഥലം മാറ്റിയിരുന്നു. ആ ഒരു നടപടിയിൽ തന്നെ ഇത് അവസാനിക്കുകയും ചെയ്തു. മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല. അങ്കിത് അശോകിന്റെ പരിചയക്കുറവാണ് ഇത്തരമൊരു സംഭവത്തിന് ഇടയാക്കിയത് എന്ന കാര്യമാണ് റിപ്പോർട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ ബാഹ്യ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ല എന്ന കാര്യം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. അതേസമയം അടുത്ത മാസം 4-ന് സഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഉറപ്പായും ഇതൊരു വിഷയമായി ഉയർന്നു വരും. അതിനു മുൻപ് തന്നെ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിൽ സമരപരിപാടികൾ ആരംഭിക്കാൻ UDF തീരുമാനിച്ചിട്ടുമുണ്ട്. വിശദീകരണ യോഗമായിരിക്കും നടക്കുക. അതിനു പിന്നാലെ പ്രത്യക്ഷ സമരം തൃശൂർ പൂരം അലങ്കോലം ആക്കിയ സംഭവത്തിൽ സമരവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അശ്വതി, ആര്യ. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ഈ റിപ്പോർട്ടിനെ തള്ളുമോ കൊള്ളുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ഉറ്റുനോക്കുന്നത്. അങ്ങനെ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഈ പ്രതിഷേധങ്ങൾക്കിടെ അതും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുകയാണ്, സംരക്ഷക കവചമൊരുക്കിയിരിക്കുകയാണ് എന്നുള്ളതൊക്കെ വലിയ വിമർശനമായി പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉയരുന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കൂടി ഏത് തരത്തിൽ തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. ഇനി നമുക്ക്